അപ്പോൾ ചെമ്മീനും കൂർക്കയും വെച്ചിട്ടുള്ള വേറൊരു ഐറ്റമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ചെമ്മീനും കൂർക്കി ഉലർത്ത്. നമ്മൾ ഉപ്പേരി നാട്ടാ പറയാം. കൂർക്കയും ചെമ്മീനും ഒരേ അളവിലൊന്നും എടുക്കണ്ട. 1 കിലോ കൂർക്കയ്ക്ക് ഇതേപോലെ 1/4 കിലോനോ 200 ഗ്രാമോ ചെമ്മീൻ മതി കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല പൊടിച്ചെമ്മീനാണെങ്കിൽ ഒന്നും കൂടി സ്വാദ് കൂടും കേട്ടോ. ഇവിടുത്തെ ചെമ്മീൻ നമ്മുടെ നാട്ടിൽ അത്ര ചെമ്മീൻ അത്ര നല്ലതാണെന്ന് പറയില്ല. പിന്നെ കുറച്ചധികം വലിപ്പം കൂടുതലാണ്. എന്തായാലും കൂർക്ക് നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ചെമ്മീൻ്റെ കൂടെ വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഞാൻ എന്തായാലും കൂർക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞളിട്ടിട്ട് അടിഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലാണ് കേട്ടോ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിം വെച്ചിട്ട് ഒരു വിസിലടുപ്പിക്കുക ചെയ്യുക. 2 ലിറ്ററിൻ്റെ കുക്കറിലാട്ടോ ഞാൻ ഈ കാണുന്ന കുറച്ച് കൂർക്ക് വേവിച്ചെടുക്കുന്നത്. ഒരു ഹൈ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ തന്നെ കൂർക്ക ഒറ്റ വിസിലടുപ്പിച്ചാൽ തന്നെ വേവാറുണ്ട് കേട്ടോ. ചെമ്മീൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ ചെമ്മീനാണ്. പിന്നെ നമ്മൾ ഉലർത്തല്ല ഉണ്ടാക്കുന്നത്. പൊടിച്ചെമ്മീനാണെങ്കിൽ നന്നാക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതാട്ടെ ഏറ്റവും സ്വാദ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇനി കടുക് പൊട്ടിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. പിന്നെ ഒരു 10-12 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതാണ്. പിന്നെ ഒരു 6-8 വെളുത്തുള്ളി തൊലി കൊടുക്കണം കൂടി ചതച്ചേട്ടാ. തൊലി വേണം നിങ്ങൾക്ക് കളയാം. ഞാൻ തൊലി കൊടുക്കണം ചതച്ചെടുത്തു എന്ന് മാത്രം. എല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് വരട്ടെ. വേണ്ടോളം കറിവേപ്പില നമുക്ക് ഇടാട്ടെ. ഈ സമയത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ചതച്ച് ചേർക്കാട്ടെ. വറ്റൽമുളക് ചതച്ചതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി ചേർത്താലും മതി. നമ്മുടെ തൃശ്ശൂർക്ക് ഈ ചതച്ച മുളക് ഇല്ലാണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കമൻറ്റ്സ് ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഈ വറ്റൽമുളക് പൊടിച്ചത് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ അമ്മ അപ്പപ്പോൾ ഉള്ളിയുടെ കൂടെ തന്നെ ചതച്ചെടുക്കുക ചെയ്യട്ടെ മുഴുവൻ മുളക്. അങ്ങനെ ഫ്രഷായിട്ട് ചതച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഒരു രുചി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി മുളകൊക്കെ കരിയാണ്ട് മൂപ്പിച്ചെടുത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നന്നാക്കി നുറുക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് നമുക്ക് വേവിച്ചെടുക്കാം ആവിയിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 5 മിനിറ്റ് മതി ചെമ്മീനൊക്കെ വേവാം. കൂടുതൽ വേവുകയാണെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു കണക്കാവുമ്പോൾ ചിലപ്പോൾ റബ്ബർ പോലെയും പിന്നെ ഒന്നും കൂടി അധികം വേവിക്കേണ്ടി വരും. ചിലർ പറയും ചെമ്മീൻ നന്നായിട്ട് വേവിച്ചെടുക്കണം എന്ന്. എന്തായാലും ഞാനൊരു 5 മിനിറ്റ് മാത്രം അടച്ച് വെച്ച് വേവിച്ച ചെമ്മീനാണ്. അതിൻ്റെ കൂടെ വേവിച്ചിട്ടുള്ള കൂർക്കയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർക്കാട്ടോ. കുറച്ചധികം കറിവേപ്പിലും കൂടി ചേർത്തോ. അടിപൊളി സ്വാദാട്ടോ ഈ ഒരു ഉപ്പേരി. ചെമ്മീനും കൂർക്കയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പിന്നെ പറയേ വേണ്ട. നല്ല ഫ്ലേവറുള്ള ഐറ്റംസാണ് കൂർക്കയിലും ചെമ്മീനായ. നാട്ടിൽ ചെമ്മീൻ വെച്ചിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസാണ് രണ്ടും, പ്രത്യേകിച്ച് കൂർക്ക. അപ്പോൾ കൂർക്കയും ചെമ്മീനും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കുത്തിരി ചോറും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ കൂർക്കയും ചെമ്മീനും ഉലർത്തും അതുപോലെ ചാള വറുത്തതും. വേറെ പ്രത്യേകിച്ച് ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രം തിരുമ്പി കുഴച്ച് നമുക്ക് നന്നായിട്ട് നമ്മുടെ വയറ് നിറയണ വരെ കഴിക്കാം. ഈ ചെമ്മീനും അതുപോലെ തന്നെ അച്ചിങ്ങപ്പയറും നമ്മുടെ കൊച്ചി ഭാഗത്താന്ന് തോന്നുന്നുണ്ട് ഭയങ്കര വൈറലായിട്ടുള്ള റെസിപ്പിയാണ്. ഞാനത് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ ഏതെങ്കിലും ഫോളോവേഴ്സിനെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. നിങ്ങൾക്കൊന്നെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാത്തവർക്കും പറഞ്ഞു കൊടുക്കാം. എനിക്കും അത് ചെയ്ത് നോക്കാമല്ലോ. എന്തായാലും ഈ കാണുന്ന ചാള വറുത്തതും അതുപോലെ തന്നെ ഈ ചെമ്മീനും കൊടുക്കുക നല്ല ചൂടുണ്ടായിരുന്നു. ആ ഒരു അഭ്യാസമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു നാടൻ ഐറ്റം അല്ലേ.